ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട PSC എക്സാമുകളിലെ സ്ഥിരം ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം 1918. നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം 1918. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരം റൗലറ്റ് ആക്ട് വഴിയാണ് ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ആരാണ്? ജോർജ് ജോസഫ് ആണ് യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏതു ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഗാന്ധിജിയുടെ പത്രം ഏതായിരുന്നു? ഹരിജൻ പത്രമാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ബീഹാറിലെ ചമ്പാരൻ വില്ലേജിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടം തൊഴിലാളികളായ കർഷകരെ യൂറോപ്യൻ തോട്ടം ഉടമകൾ ക്രൂരമായി ചൂഷണം ചെയ്തതിനെ ഗാന്ധിജിയുടെ നേതൃത്വം നൽകി സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ഗാന്ധിജി. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം ബൽഗാം സമ്മേളനമാണ്. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം 1924. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് 1925. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചതെന്നാണ് 1925. 1940 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ. 1940 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതാണ്? പുതിയ സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹമാണ് ഗാന്ധിജി 1940 ആരംഭിച്ച പുതിയ സമരമുറ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? വിനോബ ഭാവെ. രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? നെഹ്റു. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബ ഭാവെയും രണ്ടാമത് ഗാന്ധിജി തിരഞ്ഞെടുത്തത് നെഹ്റുവിനെയുമാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേളപ്പൻ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മൃഗം ആരാണ്?
ഗാന്ധിജി ഏത് മൃഗത്തെയാണ് കൂടെ കൊണ്ടുപോയത്? ആടിനെയാണ് വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജിയൊപ്പം കൂടെ കൊണ്ടുപോയ മൃഗം ആട്. അയിത്തോച്ചാടന ലക്ഷ്യം വെച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘം. അയിത്തോച്ചാടനം ലക്ഷ്യം വെച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘമാണ് അഖിലേന്ത്യ ഹരിജൻ സമാജം. 1932 അയിത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് അഖിലേന്ത്യ ഹരിജൻ സമാജം. ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം 1929. 1929 ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചു. നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത് ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത് 1929. എവിടെയാണ് ആരംഭിച്ചത്? അഹമ്മദാബാദിൽ. നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത് ഗാന്ധിജി. നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം 1929. നവജീവൻ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്, സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ. താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ. താഴ്ന്ന ജാതിക്കാരായ ജനവിഭാഗത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ, സൺസ് ഓഫ് ഗോഡ്. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയുമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണ്? വിനോബ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയുമാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാല ആചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. 1936 വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർധ സേവാഗ്രാം. 1936 വാർധയിൽ സ്ഥാപിച്ച ആശ്രമമാണ് വാർധ സേവാഗ്രാം സ്ഥാപിച്ചത് ഗാന്ധിജി. വാർധ സേവാഗ്രാം എന്നാണ് സ്ഥാപിച്ചത്? 1936. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർധ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പദ്ധതി.
താങ്ക്